+1 Physics Chapter 7 Systems of Particles and Rotational Motion. ഈ ചാപ്റ്ററാണ് നാം ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഡിഫൈൻ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. The center of mass is a hypothetical point where the entire mass of an object may be assumed to be concentrated to visualize its motion. എല്ലാ വസ്തുക്കളുടെയും മാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ ആ വസ്തുവിൻ്റെ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Write the expression for position vector of center of mass of an n particle system. That is r equal to m1 r1 plus m2 r2 plus etc plus mn rn divided by capital M, where capital M is equal to m1 plus m2 plus m3 plus etc to mn. Next question, write the expression for velocity of center of mass of an n particle system. That is v equal to m1 v1 plus m2 v2 plus etc plus mn vn divided by capital M. Next question, write the expression for acceleration of center of mass of an n particle system. A equal to m1 a1 plus m2 a2 plus etc plus mn an divided by capital M. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When the total external force on the system is 0, the velocity of the center of mass remains constant, or the center of mass of the system is in dash. Answer is uniform motion. കഴിഞ്ഞ ചാപ്റ്ററിൽ നാം ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെയിലർ പ്രോഡക്റ്റ് പഠിച്ചിരുന്നു. അതുപോലെ തന്നെയുള്ള രണ്ട് വെക്ടറുകളുടെ പ്രോഡക്റ്റ് ആണ് വെക്ടർ പ്രോഡക്റ്റ്. രണ്ട് വെക്ടറുകൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വെക്ടർ തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ അതെങ്ങനെ എഴുതാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഡിഫൈൻ വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. വെക്ടർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് എ ക്രോസ് ബി ഈക്വൽ ടു എ ബി സൈൻ തീറ്റ എൻ ക്യാപ്, where a and b are magnitudes of vectors a and b, and theta is the angle between a and b, and n cap is the unit vector perpendicular to the plane containing a and b. Some properties of vector products. Vector product ന്റെ properties നാം അറിഞ്ഞിരിക്കണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നതാണ്. A cross A equal to 0, I cross I equal to 0, J cross J equal to 0, K cross K equal to 0. I cross J equal to K, J cross K equal to I, K cross I equal to J. J cross I equal to minus K, K cross J equal to minus I cross K equal to minus J. Next question. Write the relation connecting angular velocity and its linear velocity. ഇതുപോലെയുള്ള ഒരുപാട് റിലേഷൻ ഇക്വേഷൻസ് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള ആ റിലേഷനാണ്. നമുക്കത് ഇങ്ങനെ എഴുതാം. v ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ആംഗുലാർ ആക്സിലറേഷൻ. Angular acceleration alpha is defined as the time rate of change of angular velocity. That is a equal to d omega divided by dt. Unit is radian per second square or radian second raised to minus 2. Next question, the rotational analogue of force is. ഇത് പലതവണയായിട്ട് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ മോഷനിലെയും റൊട്ടേഷണൽ മോഷനിലെയും ടേമുകൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം. റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് ആണ്, ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്.
Next question. Write the equation for torque or moment of force. Torque tau equal to R cross F. ഇതാണ് equation. Next question. The handle of the door is always fixed at the edge of the door, which is located at a maximum possible distance away from the hinges. Give reason. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്, അല്ലെങ്കിൽ ആർ എഫ് സൈൻ തീറ്റയാണ്. വെൻ ആർ ഈസ് മാക്സിമം, ദ ടോർക്ക് വിൽ ബി മാക്സിമം. ദ ഹാൻഡിൽ ഈസ് ഫിക്സ്ഡ് അറ്റ് ദ എഡ്ജ് ടു ഇൻക്രീസ് ആർ ആൻഡ് ഹെൻസ് ടു മേക്ക് ടോർക്ക് മാക്സിമം. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഡോറ് തുറക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആർ മാക്സിമം ആകുമ്പോൾ ടോർക്ക് അഥവാ ഫോഴ്സ് ഇത് രണ്ടും മാക്സിമം ആകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഡോറ് തുറക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് ആയിട്ട് നിൽക്കുന്ന ടോർക്കിന്റെ ഇക്വേഷൻ തന്നെയാണ്, നാം അത് കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗുലാർ മൊമെന്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഡാഷ്. ആൻസർ ഈസ് ലീനിയർ മൊമെന്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് ആംഗുലാർ മൊമെന്റം ആൻഡ് ലീനിയർ മൊമെന്റം. ഈ രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ഈ റിലേഷനുകളെല്ലാം ഓർത്തിരിക്കുക. ആംഗുലാർ മൊമെന്റവും ലീനിയർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ആണ് L ഈക്വൽ ടു ആർ ക്രോസ് പി. ദ മൊമെന്റ് ഓഫ് ലീനിയർ മൊമെന്റം ഈസ് കോൾഡ് ഡാഷ്. ആൻസർ ഈസ് ആംഗുലാർ മൊമെന്റം. റൈറ്റ് ദ റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ടോ ഈക്വൽ ടു ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി. ഈ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്ത് അതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ അത് കിടക്കുന്നു. Deduce the relation connecting torque and angular momentum, or show that the time rate of change of angular momentum of a particle is equal to the torque acting on it. That is L equal to R cross P. ഇത് നമുക്കറിയാവുന്ന റിലേഷൻ ആണ്, ആംഗുലാർ മൊമെന്റും ലീനിയർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ. നമുക്കിതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം ടൈം വെച്ച്. ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി, ഓർ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു പി പ്ലസ് ആർ ഇൻറ്റു ഡി പി ബൈ ഡി ടി. പ്രോഡക്റ്റ് റൂളാണ്. നമുക്കറിയാം മൊമെന്റം പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്നാണ്. ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി ആണ്. ഡി പി ബൈ ഡി ടി അതെന്താണ്? മൊമെന്റത്തിന്റെ ലീനിയർ മൊമെന്റത്തിന്റെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച്, അത് ഫോഴ്സ് ആണ്. അപ്പോൾ ഇത്തരം ടേമുകളെല്ലാം നമുക്ക് ഇപ്പോഴുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇക്വേഷൻ ഡി എൽ ഡിവൈഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി ക്രോസ് എം ഇൻറ്റു വി പ്ലസ് ആർ ക്രോസ് എഫ് എന്ന രീതിയിലാകുന്നു. ഇവിടെ നമുക്ക് ആ ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. വി ക്രോസ് വി എന്ന് പറയുന്നത് 0 ആണ്. ആർ ക്രോസ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം ടോ ആണ്. അങ്ങനെ ഈ ഇക്വേഷൻ ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു 0 പ്ലസ് ടോ എന്നായി മാറി. അതായത് ടോ ഈക്വൽ ടു ഡി എൽ ഡിവൈഡ് ബൈ ഡി ടി. ഇത് തന്നെയാണ് നമ്മുടെ റിലേഷൻ, ടോർക്കും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ. ഇത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കൃത്യമായി തന്നെ നാം എഴുതി പഠിച്ച് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ is equal to dash acting on it. Answer is torque. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഇതുപോലെ തന്നെ ലീനിയർ മോഷനിൽ നാം പഠിച്ചതാണ്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇത് തന്നെ ഇതിന്റെ റൊട്ടേഷണൽ അനലോഗാണിത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 0, then the total angular momentum of the system is conserved or constant. That is remains constant. നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ ഇങ്ങനെ എഴുതാം. ടോർക്ക് എക്സ്റ്റേണൽ is equal to dl divided by dt. If the external torque is 0 equals ഇട്ടെഴുതിയിരിക്കുന്ന ഇക്വേഷന്റെ ടോർക്ക് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 ആകുന്നു. അതായത് ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡ് 0 ആകുന്നു. ടോർക്ക് എക്സ്റ്റേണൽ ഈക്വൽ ടു 0, then ഇതിന്റെ റൈറ്റ് സൈഡ് 0 ആയിരിക്കും. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. അതായത് ടൈമിനനുസരിച്ചുള്ള ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇല്ല, അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ കൺസേർവ്ഡ് ആണ്. എൽ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വളരെ കൃത്യമായി തന്നെ
പഠിച്ചിരിക്കേണ്ടതാണ്, എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write an example of a motion in which angular momentum remains constant. Angular momentum constant ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, മോഷന്റെ എക്സാമ്പിൾ എഴുതുക. Motion of planets around the sun. Next question. What do you mean by equilibrium of a rigid body? A rigid body is said to be in mechanical equilibrium if it is in both translational equilibrium and rotational equilibrium. ട്രാൻസ്ലേഷനും റൊട്ടേഷനുമായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ്ലി ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ റിജിഡ് ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു. വാട്ട് ഈസ് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം? When the total external force on a rigid body is 0, then the total linear momentum of the body does not change with time and the body will be in translational equilibrium. Next question. What is rotational equilibrium? When the total external torque on the rigid body is 0, then the total angular momentum of the body does not change with the time and the body will be in rotational equilibrium. Next question. What is partial equilibrium? A body may be in partial equilibrium, that is, it may be in translational equilibrium and not in rotational equilibrium, or it may be in rotational equilibrium and not in translational equilibrium. ഈ വരുന്ന സാഹചര്യത്തിനെയാണ് നമ്മൾ പാർഷ്യൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, അല്ലെങ്കിൽ ആ ബോഡി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. Define couple. Define a couple. A pair of equal and opposite forces with different lines of action is known as a couple. A couple produces rotation without translation. Next question. State the principle of moments. നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നാം അറിഞ്ഞിരിക്കണം. The lever is a system in mechanical equilibrium. For rotational equilibrium, the sum of moments must be 0. d1 f1 minus d2 f2 is equal to 0. That is equal to d1 f1 equal to d2 f2. What is center of gravity of a body? The center of gravity of a body is the point where the total gravitational torque on the body is 0. Next question. Moment of inertia is a rotational analogue of dash. Answer is mass. The rotational analogue of mass is called dash. Moment of inertia. Next question. The mass is a measure of dash and moment of inertia is a measure of dash. The answer is inertia and rotational inertia. Next question. Write the expression for moment of inertia of a particle of mass m rotating about an axis. I equal to mr square. ഇതാണ് ആൻസർ. Next question. Write the equation for rotational kinetic energy. ഇതിൽ നമ്മൾ ലീനിയർ കൈനറ്റിക് എനർജി, ലീനിയർ മോഷനിൽ നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ്. അതിൻ്റെ റൊട്ടേഷൻ അനലോഗ് ചേർത്ത് എഴുതുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ? The radius of gyration can be defined as the distance of mass point from the axis of rotation whose mass is equal to the whole mass of the body and whose moment of inertia is equal to the moment of inertia of the whole body about the axis. The equation is I equal to mk square, or k is equal to square root of I divided by m. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The moment of inertia of a disk of mass
m and radius r about an axis passing through its center and perpendicular to its plane is mr square divided by 2. What is the radius of gyration of this case? നമുക്ക് അതിന്റെ ജനറൽ ഇക്വേഷൻ അറിയാം, k equal to I divided by m. വാല്യൂ ഒന്ന് അപ്ലൈ ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ k equal to square root of m r square divided by 2 divided by capital M, that is r square by 2 square root of r square divided by 2, that is equal to r divided by root 2. Next question. What is a flywheel? Flywheel is a disc with a large moment of inertia. It is used in machines that produce rotational motion. ഈ ചാപ്റ്ററിൽ തന്നെ എടുത്തു പറയുന്ന രണ്ട് തിയറം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന രണ്ട് തിയറംസ് ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പാരലൽ ആക്സിസ് തിയറവും. എപ്പോഴും ക്വസ്റ്റ്യൻസ് മാറി മാറി ചോദിക്കുന്ന തിയറംസ് ആണ്. അപ്പോൾ അവ രണ്ടും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന ക്വസ്റ്റ്യൻ നോക്കാം. The moment of inertia of a plane lamina about z axis is equal to the sum of the moment of inertia about x axis and y axis if the lamina lies in xy plane. ചിത്രം നമുക്ക് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, iz equal to ix plus iy. State parallel axis theorem. The moment of inertia of a body about any axis is parallel to the sum of the moment of inertia of the body about a parallel axis passing through its center of mass and the product of its mass and square of the distance between two parallel axes. Equation iz dash is equal to iz plus ma square. Next question. The moment of inertia of a ring about an axis passing through its center and perpendicular to its plane is mr square. Determine its moment of inertia about a diameter. By perpendicular axis theorem, iz equal to ix plus iy. But ix is equal to iy. I is equal to 2lx. I is equal to 2i into ix. Ix is equal to iz divided by 2. But I is equal to mr square. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അപ്പോൾ ix എന്ന് പറയുന്നത് mr സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് എപ്പോഴും കാണുന്നതാണ്. കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. The moment of inertia of a disk about an axis passing through its center and perpendicular to its plane is mr square divided by 2. Determine the moment of inertia about a diameter. By perpendicular axis theorem, I is equal to ix plus iy, but ix equal to iy. അതിൽ നിന്നും I is equal to 2ix എന്ന് നമുക്ക് ലഭിക്കും. ix is equal to iz divided by 2. But I is equal to mr square divided by 2. Then ix equal to mr square divided by 4. Next question. The moment of inertia of a ring about an axis passing through its diameter is mr square divided by 2. Determine the moment of inertia about a tangent. By parallel axis theorem, I is dash is equal to iz plus ma square, or I tangent equal to I diameter plus mr square. I diameter equal to mr square divided by 2. I tangent equal to mr square divided by 2 plus mr square. I tangent equal to 3 by 2 mr square എന്ന് നമുക്ക് ആൻസർ ലഭിക്കുന്നതാണ്. പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് ചെയ്യാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The moment of inertia of a disk about an axis passing through its diameter is mr square divided by 4. Determine its moment of inertia about a tangent. By parallel axis theorem, iz dash is equal to iz plus ma square. I tangent equal to I diameter plus mr square. Given I diameter equal to mr square divided by 4. Therefore, I tangent equal to mr square divided by 4 plus mr square. Or I tangent equal to 5 by 4 mr square. Next question.
Write the rotational analogue of the following equations in translational motion. ഇവിടെ ഒരു റൊട്ടേഷൻ അനലോഗ് ആണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി തന്നെ നാം അത് പഠിച്ചിരിക്കേണ്ടതാണ്. ലീനിയർ മോഷനിലെയും റൊട്ടേഷണൽ മോഷനിലെയും ടേമുകളാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. കൃത്യമായി തന്നെ നമുക്കത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗേൾ rotates on a swivel chair shown below. What happens to her angular speed when she stretches her arms? What happens to her angular speed when she folds her arms? Name and state the conservation of law applied for your justification. എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ പല തരത്തിലായി കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ആൻസർ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആംഗുലാർ സ്പീഡ് അങ്ങനെയായിരിക്കും. ഷീ സ്ട്രെച്ചസ് ഹെയർ ആംസ് എന്ന കണ്ടീഷനിൽ. വെൻ ഷീ സ്ട്രെച്ചസ് ഹെയർ ആംസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസസ് ആൻഡ് ഹെൻസ് ദ ആംഗുലാർ സ്പീഡ് ഡിക്രീസസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഷീ ഫോൾഡ് ഹെയർ ആംസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ് ആൻഡ് ഹെയർ ആംഗുലാർ സ്പീഡ് ഇൻക്രീസസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഈ നെയിം ആൻഡ് സ്റ്റേറ്റ് ദ കൺസർവേഷൻ ലോ എന്ന ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നമുക്കത് എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇഫ് ദി ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് 0, then the total angular momentum of the system is conserved and that is remains constant. If torque external equal to 0, then angular momentum L equal to I omega constant is equal to a constant. When I increases, omega decreases and vice versa. നമുക്കിങ്ങനെ അത് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. ഈ ആൻസർ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പലതരത്തിലായി ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി കൈനറ്റിക് എനർജി ഓഫ് റോളിംഗ് ബോഡി. ദി ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് K equal to half mv square plus half I omega square. Next question. Show that for a body rolling down in an inclined plane, the total kinetic energy is K equal to half mv square into 1 plus K square divided by R square. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. Total kinetic energy is equal to translational kinetic energy plus rotational kinetic energy. That is K equal to half mv square plus half I omega square. But I is equal to mk square and v equal to r omega, omega equal to v by r. എന്നീ ഇക്വേഷൻസ് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. K equal to half mv square plus half into mk square v square divided by r square. കോമൺ ആയിട്ടുള്ള ടൈം വെളിയിലെടുത്താൽ നമ്മുടെ ഇക്വേഷൻ ആയി K equal to half mv square into 1 plus K square divided by r square. Here v is the velocity of center of mass. +1 ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഈ ചാപ്റ്ററാണ് നാം ഇന്ന് റിവിഷൻ ചെയ്തത്. ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ മാർക്കിനായി ചോദിച്ചിട്ടുള്ളത് പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം, അതുപോലെ തന്നെ റൊട്ടേഷൻ അനലോഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഗേൾ റൊട്ടേറ്റിംഗ് ചെയറിലിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പല രീതിയിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്റർ കൂടിയാണിത്. കാരണം നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് തന്നെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടോർക്കിൻ്റെ ഇക്വേഷൻ, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ, അങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷൻസ് 1 മാർക്കിന് ചോദിക്കാം. എന്തായാലും വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ചാപ്റ്റർ 7. കൃത്യമായി തന്നെ പഠിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ റിവിഷൻ വീഡിയോയുമായി കാണാം. അതുവരെ നമസ്കാരം.